ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഫ്ലവറാണ് കേട്ടോ. അതായത് നമ്മളെല്ലാവരും ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ. എന്നാൽ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങളത് കളയണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ അത് വെച്ചാണ് ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പരിചയപ്പെടാം. ഫസ്റ്റ് തന്നെ നമുക്കിതുപോലെ കുറച്ച് ചുള്ളിക്കമ്പുകളുടെ ആവശ്യമുണ്ട് കേട്ടോ. ഇത് അതിർവേങ്ങ എന്നാണ് നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത്. ഈ ഒരു മരത്തിൻ്റെ ചില്ലകൾക്ക് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ സൈഡിലൊക്കെ ഒരുപാട് ഇതുപോലെ വീണിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് കുറച്ചെടുത്ത് ശേഖരിക്കുക. ഈ ഒരു സംഭവം വെച്ച് തന്നെ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലൊരു പൈപ്പ് വേണം. ഇത് നമുക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴൽക്കിണർ ഒഴിക്കുമ്പം അവർ കൊണ്ടുവന്ന സാധനത്തിൻ്റെ അതിൽ നിന്ന് കിട്ടിയ സാധനമാണ് കേട്ടോ ഇത്. പിന്നെ വേണ്ടത് ഇതുപോലെ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സാണ്. ഞാനിത് ഇവിടെ ഇപ്പം 4 ടിഷ്യൂ പേപ്പേഴ്സാണ് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് കേട്ടോ. അതാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 4 എണ്ണമാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒറ്റൊരു ഫ്ലവറിന്. അപ്പോൾ അതിൽ ഒരെണ്ണം എടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. അത് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സെയിം രീതിയിൽ തന്നെ 4 ടിഷ്യൂ പേപ്പേഴ്സ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഇത് വെച്ച് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് ഇങ്ങോട്ടൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് പിടിച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇത് തന്നെ ഫുള്ളായിട്ട് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. മടക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ അട്ടികളൊന്നും തെറ്റാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നല്ല നീറ്റായിട്ട് തന്നെ മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഏകദേശം മടക്കി കഴിയാറായിട്ടുണ്ട് കേട്ടോ. ടിഷ്യൂ വെച്ചിട്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിത് ഇതുപോലെ ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു കമ്പി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഇവിടെ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതൊന്ന് മുറിച്ച് കൊടുക്കുകയാണ്. കൈ നല്ലതായിട്ട് വേദനിച്ചിട്ട് അതാണ് കൈ ഒന്ന് കുടഞ്ഞ് കാണിച്ചത്. അപ്പോൾ ഞാൻ കത്രിക ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഷേപ്പിൽ ഒരു ഫ്ലവറിൻ്റെ ഇതൊന്ന് കട്ട് ചെയ്തെടുത്ത പോലെ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നിർത്തിയെടുക്കുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഇതിങ്ങനെ ഇതിൽ നിന്ന് അടർത്തിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതിനെല്ലാത്തിനെയും നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഓരോ ലെയറിനെയും പതിയെ ഇത് പെട്ടെന്ന് കയറിപ്പോകില്ല. അതുകൊണ്ട് പതിയെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ എടുക്കണം കേട്ടോ. ഇതുപോലുള്ള ക്രാഫ്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് ലാഭം ഉണ്ടാകും. കാരണം വേറെ ഒന്നല്ല, നമുക്ക് എന്താ വെറുതെ നമ്മൾ വീട് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ മേടിച്ച് കാശ് കളയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുന്നവരുടെ വീട്ടിൽ പൊതുവേ കാണാറില്ല. കാരണം ഇത്തരം വസ്തുക്കളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതാണല്ലോ നല്ലത്. പിന്നെ ഇത് നമ്മൾ നല്ല തൂവെള്ള നിറത്തിലായതുകൊണ്ട് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ച് യാതൊരു ചിലവും വരുന്നില്ല. നമ്മൾ ഈ ടിഷ്യൂവിൻ്റെ അകത്ത് നിന്ന് കുറച്ച് പേപ്പേഴ്സ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ വീട്ടിൽ എന്താ പറയുക, വെറുതെ ആർക്കും വേണ്ടാന്നുണ്ടെങ്കിൽ കത്തിച്ച് കളയുന്ന നമ്മളെ വിറക് എന്ന് പറയാൻ പറ്റില്ല, ചില്ലകൾ എടുത്തിട്ട് ആക്കുവാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് ചിലവും വരുന്നില്ല. അതുപോലെ തന്നെ വളരെ സിമ്പിളുമാണ് കേട്ടോ. എന്നാലും നമുക്ക് ലാസ്റ്റിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാൽ നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കേട്ടോ. ആകെ വേണ്ടുന്നത് ഇതുപോലെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡാണ് കേട്ടോ. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. കാരണം ഞാനും ആദ്യം ഇതുപോലെയുള്ള ക്രാഫ്റ്റുകളൊന്നും ഫസ്റ്റ് മുതലേ ചെയ്തിട്ടൊന്നുമല്ല ഇങ്ങനെ ചെയ്യുന്നത്. അതായത് നമ്മൾ കൊറോണ സമയത്ത് വെറുതെ വീട്ടിലിരിക്കുമ്പം എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇതാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നൊരു കാര്യം വേറെ ഒന്നല്ല, അന്നേ ഇതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇതിൽ നല്ല ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റിയനേന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേറെ ഒന്നല്ല, ആ സമയത്തൊക്കെ നല്ല അടിപൊളി ക്രാഫ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് വീട്ടിൽ വരുന്നവരൊക്കെ ഇങ്ങനെ ചോദിക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യുന്ന സംഭവങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാവാറില്ല. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുമ്പം ആൾക്കാർക്ക് ഭയങ്കര അതിശയം തോന്നാറുണ്ട് കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞതാണ് കേട്ടോ. ഉദാഹരണത്തിന് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ പാള വെച്ചിട്ടൊക്കെ നല്ല അടിപൊളി ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വീട്ടിൽ വരുന്നവർക്കൊന്നും അങ്ങനെ മനസ്സിലാവാറില്ല കേട്ടോ. പിന്നെ കൊറോണേൻ്റെ ആ ഒരു സമയത്ത് തന്നെ കോമ്പറ്റീഷൻസൊക്കെ ഉണ്ടാവാറുണ്ട് ഇഷ്ടം പോലെ. അതിലൊക്കെ പങ്കെടുത്ത് പ്രൈസുകളൊക്കെ കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് ഉപകാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്.
അപ്പോൾ ഞാനിതാ ഫ്ലവർ ഇതിപ്പോൾ ഒരു ഡാലിയ ഫ്ലവർ പോലെ തന്നെയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ 5 എണ്ണമാണ് ഇവിടെ മേക്ക് ചെയ്തെടുത്തത്. ഒരെണ്ണം ഞാൻ വലിയതാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളെ പൈപ്പ് നമുക്ക് എടുക്കാം. ഈ ഒരു പൈപ്പിൻ്റെ അകത്ത് ഞാൻ കുപ്പിയിൽ ചെടിയൊക്കെ എന്താ പറയുക, വെള്ളത്തിൽ വളരുന്ന ചെടി ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് മാറ്റി പിടിക്കുക, ഈ ഒരു സംഭവം വെക്കാമെന്നുള്ളത് കേട്ടോ. നമ്മൾ കുറേ ചുള്ളിക്കമ്പുകൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒട്ടിച്ചെടുക്കൽ പരിപാടിയാണ് കേട്ടോ. ഇത് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കിത് കറക്റ്റായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ ഒട്ടിക്കുന്നത്. അപ്പോൾ ദൻഷു ബേബിയും കൂടെ ഉണ്ട് കേട്ടോ. ആൾ നല്ലതായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. വല്ലാണ്ട് ആൾ നല്ല രീതിക്ക് അങ്ങ് ഹെൽപ്പ് ചെയ്യുമ്പം ഇടയ്ക്ക് ഞാൻ പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അത് അവന് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് തരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ ഈ വലിയ ഫ്ലവർ ഇതിൻ്റെ മിഡിലായിട്ട് ഒട്ടിക്കാൻ വേണ്ടി പോവാം കേട്ടോ. ആ രണ്ടിൽ ഞാൻ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. നമ്മളെല്ലാം ഗ്ലൂ വെച്ചിട്ടാണ് ഈ ചുള്ളിക്കമ്പുകളൊക്കെ ഒട്ടിച്ചെടുക്കുന്നത്. അതിലിടയ്ക്ക് ദൻഷു ബേബി ബ്രഷൊക്കെ എടുത്ത് പല്ലൊക്കെ തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനെ കൊണ്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അലമ്പാണ് എങ്കിലും കുഴപ്പമില്ല, നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവശ്യമുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഇത് മുത്തല്ല, നമ്മളെ തെർമോക്കോളിൻ്റെ ആ ഒരു ബബിൾസ് ഉണ്ടല്ലോ, അതാണിത്. അത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണത്. അപ്പോൾ അത് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ വേറെ കളറൊന്നും ഇതിലേക്ക് കൊടുക്കുന്നില്ല. ആ ഒരു വൈറ്റിൽ തന്നെ ഇരിക്കുന്നതാണ് ഭംഗിയെന്ന് തോന്നി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ ഡെക്കർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആ ബബിൾസ് ഞാൻ ഇങ്ങനെയാണ് ഒട്ടിച്ചത്. നിങ്ങൾക്കത് കറക്റ്റായിട്ട് കാണുന്നുണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഇതിലാണ് ഞാൻ ഒട്ടിച്ചെടുത്തത് കേട്ടോ. ഇതിന് ലീഫ് കാര്യങ്ങളൊന്നും ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല. എനിക്കിത് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ വിരിയുന്ന ആ ഒരു ഡാലിയ ഫ്ലവർ എന്ന് പറയുന്ന ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, പല കളേഴ്സിലും അവൈലബിൾ ആണ് ആ ചെടി നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇരിപ്പുണ്ട് ഈ ഒരു ഫ്ലവർ കാണാൻ തോന്നിയവർ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇത് ഞാൻ വെക്കാവുന്നൊക്കെ സ്ഥലത്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ടെറസിൽ വെച്ച് ഫോട്ടോ എടുത്തു, അതുപോലെ റോഡിൽ വെച്ച് ഫോട്ടോ എടുത്തു. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഭംഗി നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറ്റുമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ പല ടൈപ്പിലും ഇതുപോലെ ഫോട്ടോസ് വീഡിയോസ് എടുത്തിട്ട് കാണിക്കുന്നത്. നല്ല തൂവെള്ള നിറത്തിൽ ഞാൻ ആ ചില്ലകൾക്ക് പെയിൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. എങ്കിൽ തന്നെ നല്ല അട്രാക്ഷൻ ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു കളർ കോമ്പിനേഷൻസ് നന്നായിട്ട് ചേരുന്നുണ്ട്. അപ്പോൾ തൊട്ട് താഴെ നിന്ന് അച്ചാച്ചൻ നടന്നു വരുന്നുണ്ട്. അച്ചാച്ചനോട് ചോദിച്ചു നോക്കാം ഇത് എന്തുണ്ട് എന്ന്, ഭംഗിയുണ്ടോ എന്നുള്ളത്. അച്ചാച്ചൻ എന്താണ് പറയുന്നത് നോക്കാം കേട്ടോ. ഞാനിതിപ്പം നമ്മളെ വീട്ടിലല്ല വെക്കാൻ വേണ്ടി പോകുന്നത്. തൊട്ട് താഴെ ആപ്പൻ്റെ വീടാണ്. ആപ്പൻ്റെ വീട്ടിൽ വെക്കാമെന്ന് കരുതി. ഇവിടെ വെക്കാത്തത് വേറെ ഒന്നുമല്ല, നമുക്ക് ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇത് ആപ്പൻ്റെ വീട്ടിലേക്ക് വെക്കാമെന്ന്. അപ്പോൾ ഞാനിത് അവരെ ബാൽക്കണിയിൽ ഈ ഒരു കോർണറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഫ്രണ്ട്സിന് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.